അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും. പല മോട്ടിവേഷൻ പ്രസംഗങ്ങളിലും സൈക്കോളജി ക്ലാസ്സുകളിലൊക്കെ പലപ്പോഴും പ്രയോഗിക്കുന്ന ഒരു പദമാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹമുള്ളത്, അതിനെ പ്രവൃത്തി പദത്തിൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകളെ കൊണ്ട്, നമ്മുടെ വാക്കുകളെ കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചെടുക്കുക എന്നതാണ് മാനിഫെസ്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇസ്ലാമുമായിട്ട്, പരിശുദ്ധമായ ഇസ്ലാമുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഇസ്ലാം പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ പ്രകൃതിയെയും അതിലുള്ള സർവ്വതിനെയും സൃഷ്ടിച്ചത്. അവനാണ് നമ്മുടെ രക്ഷിതാവ്, അവനാണ് നമ്മുടെ റബ്ബ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അവനാണ് നമുക്ക് ആവശ്യമുള്ളതൊക്കെയും നൽകുന്നത്. നമ്മൾ എന്തൊക്കെ ചോദിക്കുന്നുണ്ടോ അതൊക്കെ അവൻ നമുക്ക് നൽകും എന്നുള്ളതാണ് നമ്മുടെ ഉറച്ച വിശ്വാസം. ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അപ്പം നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ചോദിക്കുക എന്നുള്ളതാണ്. അതിനവർ പ്രകൃതിയോട് ചോദിക്കുക എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രകൃതിയോട് ചോദിക്കുക എന്നുള്ളത്, പ്രകൃതി എന്നത് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്ന ഒന്നാണ് പ്രകൃതി. പ്രകൃതി എന്ന് പറയുന്നത് ഈ മരങ്ങളും മലകളും സസ്യങ്ങളും ഒക്കെയുള്ള ഈ പ്രകൃതി എന്ന് പറയുന്നത്, ഒരു കാറ്റടിച്ചാൽ, അല്ലെങ്കിൽ ഒരു മഴ പെയ്താൽ, അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം വന്നാൽ ഇതൊക്കെയും നശിച്ചു പോകാനുള്ള ഒരു കാര്യം മാത്രമാണ് പ്രകൃതി. അപ്പോൾ പ്രകൃതിയെ അല്ല നമ്മൾ വിശ്വസിക്കുന്നത്, ഈ പ്രകൃതിയെയും സൃഷ്ടിച്ച അള്ളാഹുവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാകുന്നത്, വിശ്വാസിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചോദിക്കുക എന്നുള്ളതാണ്. അവർ പറയുന്നത് പ്രകൃതിയോട് ചോദിക്കുക എന്നുള്ളതാണ്. നമ്മൾ വിശ്വസിക്കുന്നത് ഉദൂനി അസ്തജിബ് ലക്കും, അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, അള്ളാഹു തരും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ചോദിക്കുക. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ചോദ്യങ്ങൾ എപ്പോഴും പോസിറ്റീവായിരിക്കണം. നമുക്ക് ആഗ്രഹങ്ങൾ എപ്പോഴും പോസിറ്റീവായിരിക്കണം. നെഗറ്റീവായ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചോദിക്കരുത് എന്നുള്ളതാണ്. അള്ളാഹുവിനോട് എപ്പോഴും ശുഭാപ്തി വിശ്വാസം, ഒരു പ്രതീക്ഷ ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ചോദിക്കുക, ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടുകൂടെ, അള്ളാഹു നൽകും എന്ന വിശ്വാസത്തോടുകൂടെ ചോദിക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. രണ്ടാമത് തവക്കുലാണ്, അള്ളാഹുവിൽ ഏൽപ്പിക്കുക. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഏൽപ്പിക്കുക. ഫൈദ അസംത ഫതവക്കൽ അലല്ലാഹ്, നിങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ അത് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക, അതിൻ്റെ റിസൾട്ട് അള്ളാഹുവിൽ ഏൽപ്പിക്കുക. നമ്മൾ നിരന്തരം അതിനുവേണ്ടി പണിയെടുക്കുക, അധ്വാനിക്കുക, കഷ്ടപ്പെടുക, സ്വപ്നം കാണുക, പക്ഷെ അതിൻ്റെ റിസൾട്ട് നമ്മൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുക എന്നുള്ള തവക്കുലാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം, ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത ഒരു കാര്യം, അതിൻ്റെ റിസൾട്ട് ഞാൻ ആഗ്രഹിച്ചതല്ലെങ്കിൽ പോലും ഒരു വിശ്വാസിക്ക് പ്രതിഫലം കിട്ടും എന്നുള്ളതാണ്. ഒരു വിശ്വാസിക്ക് അതിലൊരു നഷ്ടബോധം ഉണ്ടാവില്ല. കാരണം അവൻ തവക്കുൽ ചെയ്തിട്ടുണ്ട്. ആ തവക്കുലിന് അവന് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ആദ്യം പറയേണ്ട ഒരു കാര്യമായിരുന്നു നീയത്ത് എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നീയത്ത്. ഇൻറ്റൻഷൻ ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ നീയത്ത് നന്നായി കഴിഞ്ഞാൽ പ്രവൃത്തി നന്നാവും. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഏത് പ്രവൃത്തിയാണെങ്കിലും അതിൻ്റെ നീയത്ത്, ഇൻറ്റൻഷൻ കൊണ്ടാണ് അതിൻ്റെ അനന്തര ഫലങ്ങൾ ക്ലിയർ ആകുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഏത് കാര്യത്തിൽ ഇറങ്ങുകയാണെങ്കിലും നമുക്കവിടെ ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് നീയത്ത് ക്ലിയർ ആയിരിക്കണം. അറബിയിൽ നീയത്ത് എന്ന് പറയും. നമ്മുടെ കരുത്ത് ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. വീണ്ടും നമ്മൾ പറയുകയാണെങ്കിൽ, ഇവർ മാനിഫെസ്റ്റേഷൻ പറയുന്നത് നന്ദി പറയുക എന്നുള്ളതാണ്. അറബിയിൽ ശുക്ർ എന്ന് പറയും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ നമുക്ക് ലഭിച്ച കാര്യങ്ങൾക്ക് നമ്മൾ നിരന്തരം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇനിയും കൂടുതൽ ലഭിക്കാൻ, നമുക്ക് ലഭിച്ചതിനേക്കാളും കൂടുതൽ ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും എളുപ്പമുള്ള ഒരു കാര്യം നമ്മൾ നന്ദി ചെയ്യുക എന്നുള്ളതാണ്. ലൈൻ ശക്കർത്തും ല അസീദന്നക്കും,
നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യമാണ്. 1500 വർഷങ്ങൾക്ക് മുമ്പല്ല. മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചത് മുതലേ അള്ളാഹു മനുഷ്യനോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എന്നോട് നന്ദി ചെയ്യുക എന്നുള്ളത്. ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക്, ഞാൻ നിങ്ങൾക്ക് നൽകിയതിന് നിങ്ങൾ എന്നോട് നന്ദി ചെയ്യൂ എന്നുള്ളത് അള്ളാഹു നമ്മളോട് പറയുന്ന കാര്യമാണ്. ലൈൻ ശക്കർത്തും അസീദന്നക്കും, നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ, ഞാൻ നിങ്ങൾക്ക് നൽകിയതിന് നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ച് തന്നുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ വാഹനത്തിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി ഒട്ടിക്കേണ്ട ഒരു സംഭവമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു സംഭവമാണ്. കാരണം നമ്മൾ അള്ളാഹു നൽകിയ സമ്പത്ത്, ആ സമ്പത്തിന് എങ്ങനെയാണ് നന്ദി ചെയ്യുക? ആ സമ്പത്തിൽ അഹങ്കരിക്കാതെ അതിൻ്റെ ഒരു ഭാഗം പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നന്ദി ബോധം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു വീണ്ടും ഇസ്ലാമിക വിരുദ്ധമായൊരു കാര്യമല്ല, മറിച്ച് ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ച് നീയത്ത് നന്നാക്കിയിട്ട് അള്ളാഹുവിനോട് കൂടുതൽ നന്ദി ചെയ്ത് നിരന്തരം അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹു എനിക്ക് നൽകും എന്ന ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ കഴിയും എന്ന്